കോട്ടയം മെഡിക്കൽ കോളേജിലെ അതിദാരുണമായ സംഭവം. പഴയ കെട്ടിടം പൊളിഞ്ഞു വീണ് അതിനിടയിൽപ്പെട്ട് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ്. പക്ഷെ സംഭവിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കണ്ട ഒരു കാഴ്ചയാണ് തീർത്തും ആ സംഭവത്തോളം തന്നെ ദാരുണമായതെന്ന് പറയേണ്ടി വരികയാണ്. മരണപ്പെട്ട സ്ത്രീയുടെ ബന്ധു കടന്നു വരുന്ന സന്ദർഭം. ഗിരീഷ്, അദ്ദേഹം പുറത്തുനിന്ന് ബന്ധു എന്നുള്ള നിലയ്ക്ക് ഗിരിജയെ കാണാനില്ല എന്ന വിവരം അവിടെ അറിയിച്ചതിന് ശേഷം അവരെ തിരഞ്ഞ് ഓടി വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഈ കാഴ്ച. അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നത്. ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ ഞാൻ തീർച്ചയായും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ വിളിച്ചു പറഞ്ഞിട്ട് അവർ നോക്കിയത്. അതിന് വരുമ്പോൾ അവർ നോക്കിയില്ല. ഞാൻ പോലീസുകാരെയും ന്യൂസ് ചാനലും വിളിച്ചു പറഞ്ഞു ഞാൻ അറിയിച്ചത്. മിനിസ്റ്റർ പോലും പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ. ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ പ്ലീസ്. എന്റെ പേര് ഗിരീഷ്. അതെ, എന്റെ വൈഫിന്റെ അമ്മയുടെ താങ്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അങ്ങനെ പിന്നീട് ഒരു പരിശോധനയിലേക്ക് പോയത്. അങ്ങനെ തന്നെയാണ്. അതെ, അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ചേട്ടാ. ഞാൻ ചെല്ലട്ടെ. കണ്ടല്ലോ, ഉറ്റ ബന്ധു മരിച്ചതിന്റെ ദുഃഖത്തിൽ പാഞ്ഞു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാനുള്ള വെപ്രാളത്തിൽ വരുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. പ്രതികരണമാണത്രേ. ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞാൻ പോകട്ടെ എന്നൊരു ആംഗിളിൽ അയാൾ താഴ്മയായി പറയുകയാണ്. അയാളുടെ ബന്ധുവായിട്ടുള്ള വ്യക്തി അപകടത്തിൽപ്പെടുമ്പോൾ ഓടി വരുമ്പോൾ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുക എന്നുള്ളത് എവിടത്തെ ചിന്താഗതിയാണ്? അതിനിടയിലെ ഒരു ചോദ്യമാണ്, ഇത് ഗുരുതരമായ അനാസ്ഥയല്ലേ? ചേട്ടാ പ്ലീസ്. അതായത് വാർത്താ കച്ചവടത്തിനും വിവാദത്തിനും വേണ്ടി വെപ്രാളപ്പെട്ട് ഓടുന്നതിനിടയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരെ കാണാനോ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഇടപെടൽ പോലും നടത്താൻ സമ്മതിക്കാതെ വഴിയിൽ കാത്തുനിന്ന് അവരെ പോകാൻ അനുവദിക്കാതെ ഇമാതിരി വൃത്തികേടുകൾ നടത്തുന്നതിനെയാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? ഈ പ്രവൃത്തി ചെയ്യുന്ന ആരുടെയെങ്കിലും ഒക്കെ ബന്ധുവിനാണ് ഇത് സംഭവിച്ചതെന്ന് കരുതുക. നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലായിരിക്കും? ക്യാമറയും മൈക്കും കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്രതികരിച്ച്